നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിലെ ചില അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമവിദഗ്ധനായ ജോയ് ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. സാധാരണയായി ഒരു അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പാലിക്കുന്ന ചില രീതികളുണ്ട്. അതായത് ലിവറും ബ്രെയിനും എന്തായാലും പുറത്തെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും. ഈ ലിവറും ബ്രെയിനും വളരെയേറെ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും ഇതിലെ പരിശോധന നടക്കുക. എന്നാൽ ഇവിടെ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ മുഖവും തലയുമെല്ലാം കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതായത് സ്കൾ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും തലഭാഗം തുന്നിച്ചേർത്തിരിക്കും. എന്നാൽ ഇവിടെ നവീന്റെ തലയിൽ അത്തരത്തിലൊരു തുന്നിക്കെട്ടലുകൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ നവീൻ ബാബുവിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് പോലും സംശയിക്കേണ്ടുന്ന തരത്തിലേക്കാണ് സംശയങ്ങൾ നീളുന്നത്. പലരും ശ്രദ്ധിക്കാതിരുന്ന ഈ സംശയത്തിലേക്കാണ് ജോയ് ജോസഫ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പൊതുദർശനത്തിന് വെച്ച നവീൻ ബാബുവിന്റെ മൃതദേഹം നമ്മളെല്ലാം കണ്ടതാണ്. ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന തരത്തിൽ മാത്രമേ നമുക്കതിനെ തോന്നിയിട്ടുള്ളൂ. അവിടെ പോസ്റ്റ്മോർട്ടം പോലൊരു പ്രക്രിയയ്ക്ക് വിധേയമായ ബോഡിയാണ് അതെന്ന് നമുക്കൊരിക്കലും തോന്നില്ല. കാരണം തീർച്ചയായും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയുടെ സ്ട്രക്ചർ ഒന്നും ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത്. ഒരു വ്യക്തിയുടെ മരണകാരണം ശാസ്ത്രീയമായി തന്നെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്നതിനുള്ളതാണ് ഫോറൻസിക് ഓട്ടോപ്സിയുടെ പ്രധാന ലക്ഷ്യം. ഈ പരിശോധനയുടെ ഫലങ്ങൾ തുടർന്നു വരുന്ന നിയമപരമായ കാര്യങ്ങൾ പ്രധാനപ്പെട്ട രേഖകളായി പരിഗണിക്കപ്പെടുന്നു. ശരീരത്തിലെ മുറിവുകളെ സംബന്ധിച്ച ആധികാരിക രേഖയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻക്വസ്റ്റ് നടപടിയിൽ കണ്ടെത്തിയ രീതിയിൽ തന്നെയാണോ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായത് എന്ന കാര്യം വിശകലനം ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ ഫോറൻസിക് സർജന് കഴിയും. വിശദാംശങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ മുറിവുകളിൽ നിന്നും രക്തക്കറകളിൽ നിന്നും മറ്റും പുനരാവിഷ്കരിക്കാനും സാധിക്കും. ജീവൻ ഉള്ളപ്പോഴാണോ മരണശേഷമാണോ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായത്? സ്വയം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണോ ആ മുറിവുകൾ? മുറിവേറ്റ ശേഷം പരേതന് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഓട്ടോപ്സിയിലൂടെ നമുക്ക് ഉത്തരം ലഭിച്ചേക്കും. മരണമുണ്ടായ സാഹചര്യം സംബന്ധിച്ച സൂചനകൾ ഫോറൻസിക് സർജന് ഓട്ടോപ്സിയിലൂടെയും വേണ്ടിവന്നാൽ മരണം നടന്ന സ്ഥലം പരിശോധിച്ചും മറ്റും കണ്ടെത്താൻ സാധിക്കും. ഇന്ത്യയുടെ സംവിധാനങ്ങളിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മരണമുണ്ടായ സാഹചര്യം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കുക എന്നതാണ് ഒരു ഫോറൻസിക് സർജന്റെ ചുമതല. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആന്തരികാവയവങ്ങൾ, രക്തം, ആഹാരാവശിഷ്ടങ്ങൾ തുടങ്ങിയവയുടെ സാമ്പിളുകൾ വിശദമായ ഫോറൻസിക് പരിശോധനകൾക്കായി എടുക്കാറുണ്ട്. ഈ പരിശോധനാ റിപ്പോർട്ടുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന അവസരത്തിൽ പെത്തോളജിസ്റ്റ് നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് നിന്നുള്ള സാഹചര്യ തെളിവുകൾ, മറ്റ് ബന്ധപ്പെട്ട വസ്തുക്കൾ ഇവയൊക്കെ തന്നെ പോലീസ് വിഭാഗം ശേഖരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഉപോത്ഭകമായേക്കാവുന്ന തെളിവുകൾ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവ നഷ്ടമാകാത്ത രീതിയിൽ ശരീരം ഒരു പ്രത്യേക ബാഗിനുള്ളിൽ നിക്ഷേപിച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നവീൻ ബാബുവിന്റെ ഇത് പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു തൂങ്ങി മരണമായിട്ടാണ് കാണുക. ഇതിൽ സ്വാഭാവികമായും ചെയ്യേണ്ട പല ശാസ്ത്രീയ പരിശോധനകളുടെയും വഴി മുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് നവീൻ ബാബുവിന്റെ ശരീരം കൊണ്ടെത്തിച്ചത്. അതായത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ നിന്നും സെല്ലോ ടേപ്പ് ലിഫ്റ്റിംഗ് മുതലായ ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇതൊന്നും തന്നെ ഇവിടെ ചെയ്തതായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ മാത്രമല്ല, അദ്ദേഹം തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയറിലും ഈ സെല്ലോ ടേപ്പ് ലിഫ്റ്റിംഗ് പ്രാവർത്തികമാക്കാമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. ബന്ധുക്കളുടെ സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെ നേരിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിച്ചുവെങ്കിലും ഇവിടെ പോസ്റ്റ്മോർട്ടം കാര്യമായി നടന്നിട്ടുണ്ടോ എന്ന് സംശയം ഉണർത്തുന്ന കാര്യങ്ങളാണ് നവീന്റെ കേസിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പോസ്റ്റ്മോർട്ടം എന്ന പ്രക്രിയയ്ക്ക് ഒരുപാട് നിബന്ധനകളും മാനദണ്ഡങ്ങളും ചട്ടങ്ങളുമുണ്ട്. സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമം. അതായത് മഞ്ഞ നോവ്, ഓക്സിജനേഷൻ കുറയുന്നതുമായി ബന്ധപ്പെട്ട ശരീരത്തിന്റെ നീലിമ, ക്ഷതങ്ങൾ എന്നിവ വ്യക്തമായും തനത് നിറത്തിൽ തന്നെയും കാണാൻ
പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമപ്രകാരം 5 മണിക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം നടക്കണം എന്ന് ശഠിക്കുന്നത്. ഇവിടെ ക്ഷതങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആരായാലും നിരീക്ഷണങ്ങൾ ഒരുപോലെ തന്നെ ആകണമെന്ന ശാസ്ത്ര തത്വം മാനിച്ചാണ് സൂര്യവെളിച്ചത്തെ ആശ്രയിക്കാറ്. ഓട്ടോപ്സിക്കുള്ള സ്ഥിരം സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് താലൂക്ക്, ദ്വിതീയ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ മറകെട്ടി അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുമുണ്ട്. സാഹചര്യ തെളിവുകളും വസ്തുവകകളും നശിപ്പിക്കപ്പെട്ടു പോകാതിരിക്കുന്നതിന് സഹായകരമാണ് ഇത്തരത്തിലുള്ളത്. സൂര്യപ്രകാശത്തിന്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ഓട്ടോപ്സി മച്ചിൽ കണ്ണാടി വെച്ചുകൊണ്ട് സൂര്യവെളിച്ചത്തെ കടത്തിവിടാൻ സൗകര്യമുണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ട്യൂബ് ലൈറ്റ് പോലെ സർവ്വസാധാരണമായ പ്രകാശ സ്രോതസ്സുകൾ ഉപയോഗിച്ചും ഓട്ടോപ്സി ചെയ്യാറുണ്ട്. സാധാരണയായി പാശ്ചാത്യ രാജ്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ലാറ്റിൻ ഭാഷയുടെ ആ വാചകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദിസ് ദ പ്ലേസ് വെയർ ഡെത്ത് റിജോയ്സസ് ടു ഹെൽപ്പ് ദോസ് ഹു ലീവ്. അഥവാ മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സ്ഥലം എന്നാണ്. വാക്കുകളുടെ അർത്ഥം പോലെ തന്നെ തന്നിൽ അവശേഷിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മൃതശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പെത്തോളജിസ്റ്റിനോട് നിശബ്ദമായി സംവദിക്കുന്ന ഇടം തന്നെയാണത്. എന്നാൽ നവീൻ ബാബുവിന്റെ മൃതശരീരത്തിനും ഇത്തരത്തിൽ എന്തൊക്കെയോ പെത്തോളജിസ്റ്റിനോട് പറയാനുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അത് കേൾക്കാൻ തയ്യാറാവാതെ കാതുകൾ സ്വയം കൊട്ടിയടച്ചതുപോലെയാണ് നവീന്റെ പോസ്റ്റ്മോർട്ടം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ജോ ജോസഫ് ഉയർത്തുന്ന സംശയം. അതായത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്കള്ള് തുറന്നിരിക്കാനുള്ള യാതൊരു സാധ്യതയും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു എന്ന് അടിവരയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. സാധാരണയായി പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തുന്ന മൃതശരീരം ആദ്യമായി ബാഹ്യ പരിശോധനകൾക്ക് വിധേയമാക്കും. ശരീരത്തിൽ കാണപ്പെടുന്ന വസ്ത്രങ്ങൾ, അവയുടെ സ്ഥാനം മുതലായവ രേഖപ്പെടുത്തിയ ശേഷം വസ്ത്രങ്ങൾ നീക്കം ചെയ്യും. ശരീരത്തിൽ കാണപ്പെട്ടേക്കാവുന്ന പാടുകൾ, പരിക്കുകൾ, മുറിവുകൾ, നിറവ്യത്യാസങ്ങൾ, അസാധാരണമായ മറ്റ് കാര്യങ്ങൾ എന്നിവ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും. കൈകാലുകളിലെ നഖങ്ങൾ, വിരലുകൾ എന്നിവയിലെല്ലാം തന്നെ വിശദമായി ഈ അവസരത്തിൽ തെളിവുകൾക്കായി പരിശോധിക്കും. എന്തെങ്കിലും വസ്തുക്കൾ ഈ പരിശോധനകൾക്കിടയിൽ കണ്ടാൽ അവയുടെ സാമ്പിളുകൾ ശേഖരിക്കും. മുറിവുകൾ ഉണ്ട് എങ്കിൽ അവയുടെ വലിപ്പം, ആഴം തുടങ്ങിയവയും രേഖപ്പെടുത്തും. ആവശ്യമെങ്കിൽ ഫോട്ടോഗ്രാഫുകളും ഈ അവസരത്തിൽ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. മൃതദേഹത്തിന്റെ ഭാരം, നീളം മുതലായവയും അളക്കും. അതിനുശേഷം മൃതദേഹത്തിന്റെ അടിയിൽ നെഞ്ചിന് സമാന്തരമായി ബോഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു ചതുര കഷ്ണം വയ്ക്കും. റബ്ബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ചതുരാകൃതിയിൽ ഒരു ഇഷ്ടികയുടെ വലിപ്പത്തിലുള്ള ഒരു കട്ടയാണിത്. ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഒരു മരക്കഷ്ണമാണ് ഇതിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിന്റെ നെഞ്ചിൻ കൂട് ഉയർന്നും തോളും കൈകളും അതിനേക്കാൾ താഴ്ന്ന ഒരു തലത്തിലുമായിരിക്കും ഉണ്ടാവുക. ശരീരം തുറന്നു പരിശോധിക്കാൻ ഈ രീതിയിൽ മൃതദേഹം കിടത്തുന്നത് മൂലം കൂടുതൽ സൗകര്യമൊരുങ്ങും. നെഞ്ചും വയറും പരിശോധനയ്ക്കായി തുറക്കുന്നതിന് 2 രീതികളാണ് സാധാരണയായി നാം അവലംബിക്കാറുള്ളത്. മൂർച്ചയേറിയ ഒരു കത്തി ഉപയോഗിച്ച് ഇരു തോളുകളുടെയും മുകളിൽ നിന്നും ആരംഭിച്ച് നെഞ്ചിന്റെ ഏകദേശം മധ്യഭാഗത്ത് വരേക്കും ഒരു വി ആകൃതിയിലും അവിടെ നിന്ന് താഴേക്ക് ആഴത്തിലുള്ളതുമായ ഒരു മുറിവുണ്ടാക്കും. അതായത് അടിവയറോളം നീളുന്ന മറ്റൊരു മുറിവുണ്ടാക്കും. സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന രീതി. വൈ ആകൃതിയിലുള്ള ഈ മുറിക്കൽ രീതിയാണ് പരക്കെ പോസ്റ്റ്മോർട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത്. കഴുത്തിന് മുന്നിൽ മുറിവുണ്ടാകാത്തതിനാൽ തന്നെ ശവശരീരം കഴുത്ത് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് ശവസംസ്കാരത്തിനും മറ്റും പ്രദർശനത്തിനും വെക്കാനുള്ള സൗകര്യത്തിനു കൂടിയാണ് ഇങ്ങനെ വൈ ആകൃതിയിൽ മുറിക്കുന്നത്. താടിക്ക് തൊട്ട് താഴെ നിന്ന് ഇടുപ്പെല്ലിന് മുകളിൽ വരെ നെടുകെ ഒറ്റ മുറിവുണ്ടാക്കിയാണ് ഇന്ത്യയിൽ സാധാരണയായി ഓട്ടോപ്സിക്കായി ശരീരം തുറക്കുന്നത്. അതായത് ഐ ആകൃതിയിൽ ശരീരം തുറക്കുന്ന രീതി. പൊക്കിൽ ഭാഗത്തു നിന്നും ഒരു മുറിവ് ഒരൽപ്പം ഇടത്തേക്ക് മാറിയതിന് ശേഷമായിരിക്കും താഴേക്ക് നീളുക. മനുഷ്യ ശരീരത്തിലെ സുപ്രധാന ഭാഗങ്ങളായ നെഞ്ച്, വയർ എന്നീ 2 അറകളിലെയും ആന്തരിക അവയവങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കാനും പഠിക്കുവാനും ഈ രീതിയിലുള്ള മുറിക്കൽ ഏറെ സഹായകമാണ്. രക്തചംക്രമണത്തിന്റെയും രക്തസമ്മർദ്ദത്തിന്റെയും അടിസ്ഥാനമായ ഹൃദയമിടിപ്പ് മരിച്ച വ്യക്തിയിൽ ഇല്ലാത്തതിനാൽ തന്നെ മുറിവുകളിൽ നിന്ന് സാധാരണഗതിയിൽ രക്തസ്രാവം വളരെ കുറവായിരിക്കും. വൈ ആകൃതിയിലുള്ള മുറിവിൽ നിന്ന് നെഞ്ചിന്റെ വശങ്ങളിലേക്കും ത്വക്കും അതുമായി ബന്ധിച്ചിരിക്കുന്ന മാംസവും തുടർന്ന് പിളർത്തി മാറ്റും.
മുകളിലേക്ക് കഴുത്തിന് തൊട്ട് താഴെ വരെയും ഇതേ രീതിയിൽ മാംസവും ത്വക്കും മാറ്റും. നെഞ്ചിന്റെ ഇരുവശങ്ങളിലുമുള്ള വാരിയെല്ലുകൾ പ്രത്യേക ടൂളുകൾ ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷം നെഞ്ചിൻ കൂടിന്റെ മുൻഭാഗം ഒരുമിച്ച് ഒരു പാളിയായി തന്നെ എടുത്തു മാറ്റും. ഇതോടെ ശ്വാസകോശങ്ങളും ഹൃദയവും കാണാൻ കഴിയും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെഞ്ചിൻ കൂട് ശരീരത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്ലേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു മാറ്റുന്നത്. ശരീരം ഇപ്രകാരം തുറന്നു കഴിയുമ്പോൾ ആന്തരികാവയവങ്ങൾ പൂർണ്ണമായും കാണാൻ കഴിയും. തുടർന്ന് ആന്തരാവയവ പരിശോധന ആരംഭിക്കും. ആന്തരാവയവങ്ങളുടെ പരിശോധന നടത്തുന്നതിന് വിവിധ അംഗീകൃത രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകിൽ ആന്തരാവയവങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയ ശേഷം അവയെ വെവ്വേറെയായി പരിശോധിക്കും. അല്ലെങ്കിൽ ഈ അവയവങ്ങൾ പത്തോളജിസ്റ്റ് നിശ്ചയിക്കുന്ന ഒരു ക്രമത്തിൽ വേർപെടുത്തി പരിശോധിക്കും. രണ്ടായാലും പോസ്റ്റ്മോർട്ടം നടത്തുന്ന കേസിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ രീതികൾ തീരുമാനിക്കപ്പെടുക. ആന്തരാവയവങ്ങളെ ഒരുമിച്ച് ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന രീതിയെ എൻമാസി ടെക്നിക് ഓഫ് ലെറ്റ്യൂൾ എന്നും രണ്ടാമത് പറഞ്ഞ രീതിയെ എൻ ബ്ലോക്ക് മെത്തേഡ് ഓഫ് ഖോൺ എന്നും പറയും. ഓരോ ആന്തരാവയവത്തിന്റെയും വലിപ്പം, ഭാരം എന്നിവ പരിശോധിക്കുകയും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ആന്തരാവയവങ്ങൾ ഒരുമിച്ച് വേർപെടുത്തുന്ന രീതിയിൽ തൊണ്ടയിൽ നിന്നാരംഭിച്ച് ശ്വാസനാളിയുടെ തുടക്കം മുതൽ വൻകുടലിന്റെ അവസാന ഭാഗം വരെ ഒരുമിച്ചൊരു പിണ്ഡമായി ശ്രദ്ധാപൂർവം മുറിച്ചു മാറ്റിയെടുത്തിട്ട് ഭാഗങ്ങൾ പരിശോധിക്കും. ആന്തരാവയവങ്ങളുടെ പരിശോധനയുടെ ഏകദേശ രൂപം ഇനി പറയുന്ന വിധമാണ്. ഹൃദയം സ്ഥിതി ചെയ്യുന്ന പെരികാർഡിയൽ സാക് തുറന്ന് ഹൃദയത്തിന്റെ അവസ്ഥ വീക്ഷിക്കും. പൾമണറി ധമനികളിൽ നിന്നോ ഹൃദയ അറകളിൽ നിന്നോ രക്തസാമ്പിളുകൾ ശേഖരിച്ചേക്കാം. വിഷാംശ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൾമണറി ധമനി മുറിച്ച് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഹൃദയം ശരീരവുമായി ബന്ധിച്ചിരിക്കുന്ന ഞരമ്പുകളിൽ നിന്നും പേശികളിൽ നിന്നും വേർപെടുത്തും. ബ്രോങ്കസ്, ആർട്ടറി, വെയിൻ എന്നിവ മുറിച്ചു മാറ്റി ഇടത് ശ്വാസകോശവും തുടർന്ന് വലത് ശ്വാസകോശവും വേർപെടുത്തുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ, ശ്വാസകോശത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കൾ തുടങ്ങിയവ ഈ അവസരത്തിൽ പ്രത്യേകമായി പരിശോധിക്കും. അടുത്തതായി ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ആമാശയത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്നും മരണം നടന്നിട്ട് ഏകദേശം എത്ര സമയമായി എന്ന് അനുമാനിക്കാനാകും. തുടർന്ന് കരൾ, പാൻക്രിയാസ്, കുടലുകൾ മുതലായവ പരിശോധിക്കും. അവ എടുത്തു മാറ്റിയ ശേഷം വൃക്കകളും യൂറിനറി സിസ്റ്റവും പരിശോധനകൾക്ക് വിധേയമാക്കും. അടുത്തതായി പരിശോധിക്കുന്നത് തലച്ചോറാണ്. ബോഡി ബ്ലോക്ക് ഉപയോഗിച്ച് തല ഉയർത്തിവെക്കും. അതിനുശേഷം തലയുടെ പുറകിൽ ഇരു ചെവികളുടെയും നേരെ പിറകിൽ നിന്ന് ആരംഭിക്കുന്ന വിധത്തിൽ ഒരു മുറിവ് തലയുടെ കുറുകെ ഉണ്ടാക്കും. ഈ മുറിവിൽ നിന്നാരംഭിച്ച് തലയോട്ടിയെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം, മുടി ഉൾപ്പെടെ 2 പാളികളായി വിഭജിച്ച് ഒരു പാളി നെറ്റിയുടെ ഭാഗത്തേക്കും മറുപാളി കഴുത്തിന് മുകളിലേക്കും വരത്തക്ക രീതിയിൽ വേർപെടുത്തും. അതിനുശേഷം സ്ട്രൈക്കർ വാൾ എന്ന പേരായ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തലയോട്ടിയുടെ മധ്യഭാഗത്ത് നിന്നും ആരംഭിച്ച് പിന്നിലേക്ക് പോകുന്ന വിധത്തിൽ ഒരു തൊപ്പിയുടെ ആകൃതിയിൽ തലയോട്ടി മുറിച്ചു മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ തൊപ്പി തിരികെ വെച്ച് വീണ്ടും ചർമ്മം തുന്നിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തലയോട് തുറന്ന് തലച്ചോർ പരിശോധിക്കും. മെനിഞ്ചൈറ്റിസ് രോഗലക്ഷണങ്ങൾ ഈ തലച്ചോറിൽ കാണാം. തലച്ചോറ് ഇങ്ങനെ പരിശോധിക്കുന്നത് വഴി രോഗാവസ്ഥകൾ, രക്തസ്രാവം, പരിക്കുകൾ മുതലായവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം തലച്ചോറിനെ പൂർണ്ണമായും മുറിച്ചു മാറ്റി പുറത്തെടുത്ത് പരിശോധിക്കും. ഈ പരിശോധനയിൽ തലച്ചോറിനെ വിവിധ സ്ലൈസുകളായി മുറിച്ചതിന് ശേഷമാണ് പരിശോധിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നവീന്റെ ശരീരത്തിൽ അത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൈകാലുകൾ, മുഖം എന്നിവ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിലും തുറന്ന് പരിശോധിക്കുന്ന പതിവില്ല. ശരീരത്തിന് പുറത്തേക്ക് മാറ്റിയ അവയവങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ആവശ്യാനുസരണം സാമ്പിൾ ചെയ്യും. അതിനുശേഷം മൃതദേഹം വീണ്ടും പഴയതുപോലെ തുന്നിച്ചേർക്കും. പോസ്റ്റ്മോർട്ടം നടത്തപ്പെട്ട ശരീരത്തെ തുന്നിച്ചേർത്ത് മുറിവുകൾ കാണാത്ത വിധത്തിലാക്കി പൊതുദർശനത്തിനും സംസ്കാരത്തിനും ഉതകും വിധമാക്കുന്ന പ്രക്രിയയാണ് ഇത്. ഉദരം, നെഞ്ച് എന്നീ അറകൾക്കുള്ളിൽ കോട്ടൺ പഞ്ഞുകൊണ്ടുള്ള ഒരു ലൈനിങ് കൊടുക്കും. അതിനുശേഷം മുറിച്ചു മാറ്റിയ അവയവങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിച്ച് തിരികെ ഈ അറകളിലാക്കി ഉദരം തുന്നിക്കെട്ടും. നെഞ്ചിൻ കൂട് തിരികെ വെച്ച് അതിന് മുകളിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന്റെ തുടക്കത്തിൽ വശങ്ങളിലേക്ക് നീക്കിവെച്ച പേശിയും ചർമ്മവും തിരികെയാക്കി തുന്നിക്കെട്ടും. അവസാനമായി ഇളക്കി മാറ്റിയ തലയോട്ടിയുടെ ഭാഗം യഥാസ്ഥാനത്തേക്ക് വെച്ച് ഇരുവശത്തേക്കും നീക്കിയിരുന്ന ശിരോചർമ്മം തുന്നിക്കെട്ടും.
ഇതിനുശേഷം ശരീരം സംസ്കാരത്തിനായി തിരിച്ചു നൽകും. ഇതുപോലെ തുന്നിച്ചേർത്ത ഒരു തലയോട്ടിയിൽ എങ്ങനെയാണ് നവീൻ ബാബുവിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മുഖഛായ തന്നെ ഉണ്ടാവുക എന്ന് സാമാന്യ ബോധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തിനാണ്: നവീൻ ബാബുവിനെ യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്.